നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വെക്കുന്ന ഓരോ നിർദ്ദേശങ്ങളും ഹമാസ് തള്ളുകയാണെന്ന വിമർശനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത്. ബന്ദികളെ മോചിപ്പിക്കാൻ സാധ്യമായതെല്ലാം താൻ ചെയ്യുന്നുണ്ടെന്നും എന്നാൽ ഹമാസ് ഓരോ നിർദ്ദേശങ്ങളും തള്ളുകയാണ് എന്നുമാണ് നെതന്യാഹു പറഞ്ഞത്. അന്തിമ കരാർ നടപ്പിലാക്കുവാനുള്ള സമയമായി എന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ ഈ പ്രതികരണം. ഗാസയിലെ തുരങ്കപാതയിൽ നിന്ന് ഹമാസ് ബന്ദിയാക്കിയ 6 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ കരാർ എത്രയും വേഗം നടപ്പിലാക്കണമെന്നും ആഭ്യന്തര തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും നെതന്യാഹുവിന് മേൽ സമ്മർദ്ദം ശക്തമായിരുന്നു. എന്നാൽ ഒരു രീതിയിലുമുള്ള സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നും ഈജിപ്ത് ഗാസ അതിർത്തിയിലെ ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രായേൽ സൈന്യം വിട്ടു നൽകിയില്ല എന്നും നെതന്യാഹു ആവർത്തിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങണമെന്ന ആവശ്യം മധ്യസ്ഥ ചർച്ചകളിൽ ഹമാസ് മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഈ മേഖലയുടെ നിയന്ത്രണം ഹമാസിന് വിട്ടുകൊടുക്കുന്നത് തീവ്രവാദികൾക്ക് അവരുടെ പ്രവർത്തികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന് തുല്യമാണ് എന്നും നെതന്യാഹു പറയുന്നു. ബന്ദികളെ മോചിപ്പിക്കാനാകുമെന്ന മാറ്റങ്ങൾ സാധ്യമാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഹമാസ് അതിന് താൽപര്യപ്പെടുന്നുമില്ല. ഫിലാഡൽഫിയ ഇടനാഴിയുടെ നിയന്ത്രണം ഒരിക്കലും വിട്ടുകൊടുക്കില്ല. അവിടെ നിയന്ത്രണം വിട്ടുകൊടുക്കുന്നത് ഹമാസിന് ആയുധങ്ങൾ കടത്താനുള്ള സഹായമാകും. ഭീകരർക്ക് രക്ഷപ്പെടാനുള്ള സഹായമായി അത് മാറും. ബന്ദികളെ മോചിപ്പിക്കണമെന്ന ആവശ്യം നടപ്പിലാക്കണമെങ്കിൽ ഇടനാഴിയുടെ നിയന്ത്രണവും ഇസ്രയേലിന്റെ പക്കൽ തന്നെയായിരിക്കണം. ഇതുവഴിയുള്ള തീവ്രവാദ നീക്കങ്ങളും കള്ളക്കടത്തുമെല്ലാം നിയന്ത്രിക്കേണ്ടത് രാജ്യത്തിന് തന്നെ ആവശ്യമാണെന്നും നെതന്യാഹു പറയുന്നു. അതേസമയം ഇസ്രയേലിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ കരാർ നടപ്പിലാക്കുന്നതിനുള്ള മറ്റൊരു നിർദ്ദേശം കണ്ടെത്താൻ ഹമാസിന് ആവശ്യപ്പെടുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ അറിയിച്ചു. പ്രശ്നം പരിഹരിക്കാൻ മറ്റു വഴികൾ ഉണ്ടെന്നാണ് തങ്ങൾ കരുതുന്നത് എന്നും മാത്യു മില്ലർ കൂട്ടിച്ചേർത്തു. എന്തായാലും ഹമാസ് ഈ കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ പോലും ഇസ്രായേലിനെ അങ്ങേയറ്റം യുദ്ധത്തിലേക്ക് വിളിച്ചു വരുത്തുക, കൂടുതൽ ശക്തമായ യുദ്ധത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രകോപനകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ബന്ദികളുടെ തലയെടുക്കും കൃത്യമായി തന്നെ അവർ തയ്യാറായിരിക്കുകയാണ്, മരണം കാത്തിരിക്കുകയാണ് ബന്ദികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ഹമാസ് ഈ യുദ്ധത്തെ കൊണ്ടുപോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഇസ്രായേൽ അവരുടെ തുരങ്കങ്ങളിൽ എത്തുകയാണെങ്കിൽ, ഇസ്രായേൽ ബോർഡർ കടക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ ഓരോ ബന്ദികളും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്നായിരുന്നു ഹമാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നത്. എന്തായാലും ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഏതായാലും അവരുടെ നിലപാടിൽ നിന്നും ഒരയവും വരുത്തിയിട്ടില്ല. ബന്ദികളുടെ മോചനം ഉണ്ടാകണമെങ്കിൽ ഫിലാഡൽഫിയ ഇടനാഴിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം അല്ലെങ്കിൽ പൂർണ്ണ നിയന്ത്രണം അത് ഇസ്രായേലിന്റെ കൈകളിൽ തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമേ മറ്റു കാര്യങ്ങളിലേക്കുള്ള ഒരു നടപടിയിലേക്ക് മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് കടുംപിടുത്തം പിടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ.